ഹായ്, ഇന്നൊരു ആക്ഷൻ പടമാണ് ഡോലി മാൻ സംവിധാനം ചെയ്ത റോഡ് ഹൗസ് എന്ന പേരിൽ മുമ്പ് ഹോളിവുഡിൽ തന്നെ ഒരു സിനിമ റിലീസായിട്ടുണ്ട്. അതിൻ്റെ ഒരു റീമേക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് മൂവിയാണിത്. ബേസിക്കലി ഒരു ആക്ഷൻ പടമാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ വലിയ സ്റ്റോറി ട്രാക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു ടിപ്പിക്കൽ ആക്ഷൻ പടം എന്ന് വെച്ചാൽ ഈ സിനിമയിലെ ഹീറോ നമ്മുടെ ജാക്ക് ജിലൻഹാളിൻ്റെ കഥാപാത്രം ഡാൾട്ടൺ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈ ഡാൾട്ടൺ ഒരു പ്രോ ഫൈറ്ററാണ്. ഇയാളെ ഒരു ദിവസം ഒരു ബാറിൻ്റെ മുതലാളി, ഒരു ലേഡിയാണ്, ഇവർ ഹയർ ചെയ്യേണ്ട കാരണം എന്താ വെച്ചാൽ ഇവരുടെ ബാറ് സ്ഥിതി ചെയ്യുന്നത് ഫ്ലോറിഡയിലെ ഗ്ലാസ്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവരുടെ ബാറിൽ സ്ഥിരമായിട്ട് ഈ ഗുണ്ടകളും ഗ്യാങ്സ്റ്റേഴ്സും ബൈക്കേഴ്സൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആക്കും. അപ്പോൾ ഇവരൊന്ന് ഡിഫെൻഡ് ചെയ്ത് നിർത്തുക, അവരൊന്ന് അടിച്ച് ഒതുക്കുക, ഈ ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ഡാൾട്ടനെ ഈ ബാർ മുതലാളി ഹയർ ചെയ്യുന്നത്. അങ്ങനെ ഡാൾട്ടൺ എന്ന് പറയുന്ന കഥാപാത്രം ഈ ഗ്ലാസ്കിയിലെത്തും. അങ്ങനെ പിന്നീട് അവിടെ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും ചെറിയ ചെറിയ അടിയും ഇടിയും കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. സിനിമയുടെ പ്രധാനപ്പെട്ട ആകർഷണം നമ്മുടെ ഫൈറ്റർ കോണർ മക്ഗ്രിഗറാണ്. ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മക്ഗ്രിഗറിൻ്റെ റോള് നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു റോളായിരുന്നു. വില്ലൻ എന്ന് വെച്ചാൽ വലിയ വില്ലനൊന്നും അല്ല, പക്ഷേ ഒരു രസമുള്ളൊരു കഥാപാത്രമാണ്. ഒരു ഫൈറ്ററായിട്ട് തന്നെയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. രസമുള്ളൊരു കഥാപാത്രമായിരുന്നു. പിന്നെ ഈ സിനിമയിലെ വില്ലന്മാരൊക്കെ അത്യാവശ്യം നല്ല കോമഡിയുമാണ്. വേറൊരു വില്ലൻ കൂടിയുണ്ട്, ബെൻ ബ്രാൻഡ്, അതാണ് ക്യാരക്ടറിൻ്റെ പേര്. നല്ല രസമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ നായിക ഡാനിയേല മെൽഷ്യോറും അത്യാവശ്യം നല്ല കിടിലമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അതായത് ആക്ഷൻ പടം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ വല്ലാണ്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫൈറ്റ് ഒന്നുമില്ല. നല്ല രസമുള്ള ഫൈറ്റ്. പിന്നെ വിഷ്വൽസ് ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ട് ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ്. അതായത് നമുക്ക് കാണുമ്പോഴത്തേക്ക് വളരെ പീസ്ഫുള്ളായിട്ട് അത്യാവശ്യം തമാശകളൊക്കെയുള്ള രസമുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ ഈ സിനിമയിലെ ഷോട്ടുകളൊക്കെ, ഈ ഡ്രോൺ ഷോട്ട്, അതുപോലെ തന്നെ ബീച്ച് ഷോട്ടുകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ രസമുള്ള ഒരു ഫ്രഷ് ഫീലുള്ള ഒരു പടമാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ വെർഷൻ കണ്ടിട്ടുള്ള ആൾക്കാർ ഗൂഗിളിൻ്റെ റിവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ളത് മുമ്പത്തെ അത്രയും, അതായത് ഇതിൻ്റെ പഴയ വേർഷൻ്റെ അത്രയും ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല എന്നാണ്. പക്ഷേ എന്നാലും രസമുണ്ട് കണ്ടിരിക്കാൻ. 2 മണിക്കൂറാണ് പടത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. രസമുള്ള ഒരു ചെറിയൊരു ആക്ഷൻ പടം, റോഡ് ഹൗസ്, ഡയറക്റ്റഡ് ബൈ ഡോലി മാൻ.